രാവിലെ ഞങ്ങൾ 6 മണിക്ക് ഞങ്ങൾ തുടങ്ങുന്നത്. 5 മണിയാകുമ്പോൾ പാലത്ത് വന്ന് കഴുകാപ്പി കുടിച്ച് 6 മണിയാകുമ്പോൾ കൂട്ടുകാരൊക്കെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചങ്ങ് പോകും. കക്കൂസ് മാലിന്യം കൊണ്ട് ഇവിടെ കൊണ്ടിറക്കി അതിനകത്ത് ഈ താറാവ് കടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ താറാവിൻ്റെ ഒരുപാട് താറാവിന് അസുഖങ്ങളും വന്നത് പോകുന്നതും പോയതും. ഞാനീ പാലത്തെ കിടക്കുക, പട്ടിയും കുറുക്കനൊക്കെ വരാതെ മനുഷ്യനെല്ലാം ഉണ്ടാക്കി ഞാൻ പാലത്തെ കിടക്കും. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക, ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അതിന് തീറ്റി പാകത്തിന് കൊടുത്ത് ഇഞ്ചക്ഷൻ മരുന്നുകളെല്ലാം കൊടുത്ത് കൂടെ വെച്ച് അല്ലി തിരിയുമ്പോൾ ഇതിനെ നെല്ല് തീറ്റി എല്ലാം കൊടുത്ത് സംരക്ഷിച്ച് പാടങ്ങളിൽ വിട്ട് തീറ്റിച്ച് പഠിപ്പിച്ച് മുട്ടപ്പരുവാകും. 21 ദിവസം കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങളെ കാച്ചറിയിൽ നിന്ന് വിരിഞ്ഞെടുക്കുന്നത്. അതിനെ വിരിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ അതിനെ കാത്ത് നോക്കി രാത്രി പകലും ലൈറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കും. അല്ലെങ്കിൽ കാണാൻ പഠിക്കുമ്പോൾ എല്ലാം ഉരുണ്ട് കൂടി അമങ്ങിച്ചെത്ത് കൊത്തു. അത് കഴിയുമ്പോൾ നമ്മൾ ഓരോ പാടത്ത് ഇങ്ങനെ മാറി മാറി പൊക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇവിടുത്തെ തീറ്റി തീരുമ്പോൾ അടുത്ത പാടത്തോട്ട് പോകും. അവിടുന്ന് ചിലപ്പം കയറി ഇവിടുന്ന് താറാവ് ഒരു 3 മാസം ആകുമ്പം പൂവൻ പിടിക്കും. ഇവിടുന്ന് കയറി ഇപ്പം ദൂരോ തമിഴ്നാടോ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഇതൊരെണ്ണം വളർത്തി മുട്ട ആണെങ്കിൽ 5 മാസം പിടിക്കും. നല്ല വെള്ളത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അളിഞ്ഞ വെള്ളവും ഈ കക്കൂസ് മാലിന്യം എല്ലാം കൊണ്ടിറക്കുന്ന കാരണം കൊണ്ട് ഇത് ഇപ്പം ഇതിനെക്കാട്ട് ഇരട്ടിയാണ് താറാവ്. മുട്ടപ്പരുവാകുമ്പോൾ പൂവൻ താറാവിനെ നമ്മൾ വിൽക്കും, ആവശ്യക്കാർക്ക് കൊടുക്കും. ബാക്കിയുള്ളത് ഇങ്ങനെ കൊമ്പത്താറാവ് ഇങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുക. ഇപ്പം വെള്ളം പറ്റി കിടക്കുന്നതുകൊണ്ടും ഈ താറാവിന് മരുന്ന് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും. അതിപ്പോൾ മഴ നനഞ്ഞാലും കലക്കവെള്ളം കുടിച്ചാലും പനി പിടിക്കും. അതിന് നമ്മൾ മരുന്നുണ്ട്. അത് നമ്മൾ ഒന്നര ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അരിക്കാത്തോടെ മരുന്ന് കൊടുക്കണം. ഇങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നോക്കി നിന്നില്ലെങ്കിൽ പണി കിട്ടും. ഒരു 15 ദിവസം കഴിയുമ്പോൾ അതിന് ടോണിക്കും കാര്യങ്ങളെല്ലാം കൊടുക്കും. പിന്നെ അതിൻ്റെ വാക്സിൻ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തിറങ്ങുന്നതിന് 2 ദിവസം മുമ്പേ അതിൻ്റെ വാക്സിൻ കുത്തി വെക്കുക. നമുക്ക് ഇതിനുള്ള മുട്ടത്താറാ പൂവിനുണ്ടെങ്കിൽ നമ്മളെ എടുത്തങ്ങ് മേപ്പറയിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ മുട്ടയുള്ള താറാവിൻ്റെ പോയി എടുത്ത് അത് ആച്ചരിക്കാതെ തന്നെ എടുത്തോളും. നമുക്ക് എത്ര കുഞ്ഞെന്ന് നമ്മൾ പറയുന്നത് മനസ്സിലായോ? 5000 15 കുഞ്ഞുങ്ങൾ നമ്മൾ ആച്ചരിച്ചെന്ന് പറയുക. അതിന് പൂവനെ ആവശ്യമില്ലാത്തതിനെ എല്ലാം വിൽക്കും, ആൾക്കാർ വരും. അപ്പോൾ ബാക്കിയുള്ളതിന് ഇതിനകത്ത് എണ്ണത്തിനനുസരിച്ച് ഇതിനകത്ത് പിടിച്ചിടും. പൂവന് എത്ര പെടത്താറാവിന് ഇത്ര പൂവൻ വേണം, 2000 താറാവിന് ഒരു 50 പൂവനെ പിടിച്ചിടും. മുട്ട ഈ താറാവിൻ്റെ തന്നെ മുട്ട നമുക്ക് എടുക്കാം. ഇത് വലുതാവുന്ന ഒരു 4 മാസം 8 മാസമൊക്കെ കഴിയുമ്പം മുട്ടയിടാൻ തുടങ്ങും. ആരൊക്കെ നമുക്ക് ഈ താറാവിൻ്റെ മുട്ട തന്നെ എടുക്കാം. പക്ഷേ അത് നമ്മൾ കൂട്ടിലിട്ട് മഴയില്ലാത്ത സമയത്തൊക്കെ എടുക്കാനൊക്കെ തോന്നും. മുട്ട 2 ഷീരിട്ട് കഴിയുമ്പം കടയിലേക്ക് കൊണ്ടുപോകും, ബാക്കി ആവശ്യക്കാർക്ക് കൊടുക്കും. 15 ദിവസം പൂട ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും മുട്ടയിടും. 2 ഷീരിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗുണമില്ല, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. പിന്നെ കൂടുതലും ഈ ചൂട് സമയത്ത് അറ്റാക്ക് ആവുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന സാധനമാണ്. കടലിൽ എന്ന് പറഞ്ഞാൽ തീരെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ അറ്റാക്കിന് കുത്തിവെക്കുക അത് മാത്രമല്ല. അല്ല നമ്മളെന്താ ചെയ്യാൻ? അറ്റാക്കിന് കുത്തിവെക്കുക. ഈ വാക്സിൻ കറക്റ്റ് കിട്ടുന്ന സമയത്ത് കിട്ടണ്ടേ? ഇത് നമുക്ക് കറക്റ്റ് സമയത്ത് ഇത് ഈ സർക്കാർ സ്ഥാപനങ്ങളെന്ന് ചോദിച്ചാലൊന്നും കിട്ടത്തൊന്നുമില്ല. കിട്ടിയ സമയത്തിന് കുത്തിവെക്കാം. എത്ര കോടിക്കണക്കിന് താറാവ് ഈ പാടങ്ങളിൽ കിടക്കുന്നത്. നമുക്കൊരു പണി വേണ്ട. ഇതാകുമ്പോൾ ഒരു സ്ഥിരം പണിയുണ്ടല്ലോ. മറ്റേത് ഇപ്പം 5000 ഒരു ദിവസം അല്ല 3000 ഒരു ദിവസം കിട്ടിയിട്ട് 10 ദിവസം പണിയിലുണ്ട് കാര്യമുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഡെയിലി പണിയുണ്ട്. ചോറും കാപ്പിയൊക്കെ അവർ കൊണ്ട് തരും. പക്ഷേ ഇത് കൃഷിയായിട്ട് ചെയ്യുന്ന ഉള്ളുകൾ അവർ കാലക്രമേണ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് താല്പര്യമുള്ളവർക്ക് ഇറങ്ങാം. ഏതാ അല്ലാത്തവർക്ക് പറയുക ഇത് നല്ല കൃഷിയാണെന്ന് പറഞ്ഞ് ഇറങ്ങി ഒന്നും അറിയാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈ കൊള്ളത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു തൊഴിലായിട്ട് ഇതിൻ്റെ കൂടെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആഗ്രഹമുള്ള പുള്ളികളെ അതിനെ വളർത്തുന്നത്. നമ്മൾ ജോലിക്കാരായിട്ട് ഇങ്ങനെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനിപ്പോൾ ഒരു 5-8 ലക്ഷം രൂപയോളം മുടക്കിയ താറാവായി കിടക്കുന്നത്. ഒത്തിരി ഈ അസുഖം പ്രത്യേകിച്ച് ഈ ഇതിന് പറ്റിയ ദിവസം ചെറുപ്പത്തിലെ ഇത് ഈ കക്കൂസ് മലയിലെത്തി കൊണ്ട് ചാടുമല്ല. നമ്മളറിയുന്നുണ്ട് ഇത് ഇവിടെ രാത്രി കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. എന്നും ഇവിടെ കിടക്കുന്ന താറാവാ. ഒരു ദിവസം പിറ്റേന്ന് വന്നപ്പോൾ അവിടെ താറാവാ 2 ടാങ്ക് സാധനം കൊണ്ടടിച്ചിട്ടിരിക്കും. അതിനകത്ത് കയറി എത്ര താറാവ് പോയത്? ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പുള്ളിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കും. 2 പേര് നിൽക്കുമ്പോൾ അവരുടെ ശമ്പളം കൊടുക്കണം, ചാപ്പാട് കൊടുക്കണം. പുള്ളി കൃഷി ചെയ്യുന്നുണ്ട്. ഇത്ര പേര് 2-3 പേര് വേണം. 2 പേര് നോക്കുന്നതെങ്കിലും അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? 3 മാസത്തെ ശമ്പളം എന്ന് പറയുമ്പോൾ എത്ര രൂപ ആകും? ഇതെല്ലാം പുള്ളിക്ക് നഷ്ടമില്ല. അത് പറയാനപ്പെടണമെങ്കിൽ എന്തുമാത്രം താറാവ് കുഞ്ഞുങ്ങൾ തന്നെ എന്തുമാത്രം പോയെന്നറിയാം അതിനകത്ത് ചാടി. സർക്കാർ ഇവരെ പിടിക്കുകയോ ചോദിക്കുകയോ ഒന്നും എന്തോ ചെയ്തില്ല. നമ്മൾ ആദ്യം കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കണം.
വെള്ളം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഒരു ശകല അരിയെടുത്ത് വേവിച്ച് ഇവർക്ക് കൊടുക്കണം. ഇപ്പോൾ ഒന്ന് ഒരു ചാക്ക് കൊടുത്തെങ്കിൽ നാളെ 2 ചാക്ക് കൊടുക്കണം, എന്നിട്ട് 2.5 ചാക്ക്. പിന്നെ അതിനുള്ള കോഴിത്തിട്ടുണ്ട്, അത് കൂട്ടണം. പിന്നെ ഉപ്പപ്പൊടി, ഇതിനൊക്കെ വിലയാണ്, മുതലാകുന്ന കേസല്ലത്. പനി വരും. പിന്നെ കൂടുതലും തളർച്ച ഉണ്ടാകുക, ചൂട് കാരണം കൊണ്ട് കൂടുതലും തളർച്ച ഉണ്ടാകുക. പിന്നെ ഈ ഇങ്ങനെയുള്ള അസുഖങ്ങളെന്ന് പറഞ്ഞാൽ പനി അറ്റാക്ക് കാറാൻ കൂടുതലും. പിന്നെ വസന്തസുഖമൊന്നും ഇവിടെ ഇല്ലല്ലോ. നമ്മുടെ പ്രദേശത്തൊന്നും വസന്തസുഖമൊന്നുമില്ല. കുട്ടനാട് ആലപ്പുഴ ഏരിയയിലൊക്കെ അത് കൂടുതലും. ഇവിടെ അങ്ങനെ വസന്തസുഖം വന്ന ഒരു പ്രാവശ്യം ഉണ്ട്, അത് എല്ലാത്തിനും കൊല്ലുകയും ചെയ്തല്ലോ. നെല്ല്, കക്കായ, ചുരുള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാടത്ത്, പിന്നെ വിരയുണ്ട് പാടത്ത്, അതൊക്കെ തിന്ന് കിടക്കുമല്ലേ. കൂടുതലും ഇപ്പോൾ ഈ കൊയ്ത്ത് പാടത്ത് നെല്ലല്ലേ നമ്മൾ വളർത്താൻ തുടങ്ങിയ. പിന്നെ ഇതിൻ്റെ പുറകെ കുഞ്ഞിനെല്ലാം മുതലേ നമ്മൾ അതിനെ വളർത്തുന്നത്. ഇത് നശിച്ചു പോകുമ്പം നമുക്കൂടല്ലേ ഇപ്പോൾ ഉടമസ്ഥൻ്റെ മുതലാന്ന് പറഞ്ഞാലും നമ്മൾ ഉണങ്ങാത്ത സാധനമല്ല. നമ്മൾ ഇപ്പം അങ്ങേ പാടം കഴിഞ്ഞു, ഇപ്പോൾ 1, 2, 3, ഇതിപ്പോൾ 4ാമത്തെ പാടത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ കയറി എവിടെയെല്ലാം പോകാമെങ്കിൽ എവിടെയെല്ലാം പോകും. പടിഞ്ഞാറ് കുട്ടനാട് ഇങ്ങനെയുള്ള അടുത്ത് കൊയ്ത്ത് നോക്കി ഇതങ്ങ് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ചോറ് വേവിച്ചിട്ടേ അതിനകത്ത് മരുന്നുകൾ, അങ്ങാടി മരുന്നുകളെല്ലാം വെള്ളം ഒഴിച്ച് സ്റ്റാർച്ച് കൂടെ കുഴച്ച് കുറേശ്ശെ ഇങ്ങനെ കൊടുക്കും വലുതാവുന്നവരെ, ചിറക് മുളയ്ക്കുന്നവരെ. അത് കഴിഞ്ഞ് ടാർപ്പാളത്തിനകത്ത് മെഷീൻ വെച്ച് മോട്ടർ അടിച്ച് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇല്ല തൂർന്നേ, അതൊക്കെ അടിച്ച് കളഞ്ഞ് അതിന് തീറ്റി കൊടുത്തോണ്ടേയിരിക്കും. പിന്നെ കൊഞ്ചിൻ്റെ തല പുഴുങ്ങി അതിനകത്ത് ചോറും മത്തി എല്ലാം ഇട്ട് വേവിച്ച് മിക്സ് ചെയ്തേ എല്ലാം കൂടെ കൊടുക്കും കുഴച്ച്. അപ്പോൾ ഇതിനോട് താല്പര്യം. കുഞ്ഞിലെ മുതൽ ഇതിനെ വളർത്തുക എന്ന് പറയുമ്പം അതൊരു പ്രത്യേക ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടപ്രകാരമല്ലേ നമ്മൾ ഓരോന്നിനെ വളർത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരുപാടെണ്ണത്തിൻ്റെ കൂടെ നടക്കുക എന്ന് പറയുമ്പം അത് തന്നെ നമുക്കൊരു നല്ലതല്ല. ഇതുങ്ങളെ തീറ്റി നടക്കുക, അതുങ്ങളുടെ കൂടെ നമ്മളെ കടപ്പും ഇരിപ്പും എല്ലാം. താറാവൊക്കെ ചത്ത് പോയിട്ടുണ്ട്. ഞാനും താറാവ് സ്വന്തമായിട്ട് വളർത്തി ഞാൻ പൊട്ടിപ്പോയതാണ്. ഇതിപ്പം വേറെത്തിനോട് ഞാൻ നിൽക്കുക പറയാം സാർ. ഞാനിപ്പം പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ അറ്റാക്ക് വന്നപ്പോഴത്തെ ഞാൻ കുറച്ച് കൊടുത്ത്, എനിക്ക് കുറേ ചത്ത് പോയി. അങ്ങനെ ഞാൻ ശമ്പളത്തിന് നടക്കുക, ഇപ്പം തീരാൻ നടക്കുക കൂലിക്ക്. ഇതിപ്പം നമ്മുടെ ഈ പ്രദേശത്ത് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് മറ്റൊരു പാടത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു ബ്രോക്കറിനെ കാണണം. പിന്നെ അവർക്ക് പാടത്തിന് കാശ് കൊടുക്കണം, ബ്രോക്കറിന് പൈസ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് ചിലവുകളുള്ള. നമ്മളിപ്പോൾ ഇതിപ്പം നമ്മുടെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ആർക്കും ഒന്നും കൊടുക്കണ്ട. ഇവിടുന്ന് ഇപ്പം വേറെ അടുത്ത പാടത്തോട്ട് കയറുകയാണെങ്കിൽ ആ പാടക്കാർക്ക് ചിലപ്പോൾ 10,000, 20,000, 30,000 രൂപയായിരിക്കും അവരുടെ റേറ്റ്. പിന്നെ നമ്മളവിടെ കൊണ്ടാക്കുന്ന ബ്രോക്കറിന് പൈസ കൊടുക്കണം. ഇതെല്ലാം ചിലവല്ലേ അത് വരുന്നത്. മാർക്കറ്റ് താറാവിന് ഇപ്പം മെയിനായിട്ട് നമ്മൾ വളർത്തുന്നവന് കിട്ടുന്നില്ലല്ലോ മാർക്കറ്റിൽ. ഇപ്പം നമ്മൾ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിലും വളർത്തുകാരന് കിട്ടുന്നില്ല. ഇതിപ്പം അറുത്ത് കൊടുക്കുന്നവർക്കല്ലേ ഇതിന് കിട്ടുന്നുള്ളൂ പൈസ. നമുക്ക് അവരിൻ്റെ പകുതി വിലയെ ഈ താറാകാർക്ക് കിട്ടത്തുള്ളൂ, കണ്ടിക്കുന്നവർക്കാണ് കാശ്. ഞാൻ ഇവിടെ നിന്നും ഇല്ലായിരുന്നു, ഞാൻ ബാംഗ്ലൂർ, തമിഴ്നാടൊക്കെ ആയിരുന്നു. നാട്ടിൽ വന്നപ്പോൾ ഞാൻ രസത്തിന് വേണ്ടി ഇന്നപ്പോൾ ഒരാൾ വിളിച്ച് എന്നെ താറാങ്കുഞ്ഞിനെ വളർത്താനൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഇവിടെ വന്നെത്താൻ കാര്യം. ആളില്ല വന്നപ്പം കഷ്ടപ്പാടുണ്ട്. രാത്രി കൊതുവിൻ്റെ കടിയും പട്ടിയ ഒഴുപ്പും എല്ലാം കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പിന്നെ മഴ പെയ്യുന്ന ടെൻറ്റുണ്ട്. ഇന്ന് ഞങ്ങൾ ടെൻറ്റ് കെട്ടിയില്ല, 4 ദിവസമായുള്ളൂ ഇവിടെ വന്നിട്ട്. ഇതിനെ ഒരു ചൂട് കൂടുതലും വരെ രാവിലെ ഒരു തീറ്റി കഴിച്ച് ഒരു 10 മണി വരെയുള്ള തീറ്റികൾ. പിന്നെ ഇപ്പോഴത്തെ ചൂട് കാരണം കൊണ്ട് വിടാനൊക്കത്തില്ല. വെയിൽ പിന്നെ താരനെ വെള്ളത്തിൽ വിടുക എന്ന് മാത്രമേ ഉള്ളൂ. അതിറങ്ങി അത് പിന്നെ വെയിലാറുമ്പം ഒരു 4 മണിയാകുമ്പോൾ കയറ്റി ഒന്നുകൊണ്ട് കൊണ്ട് തീറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സന്ധ്യയാകുമ്പം ഒന്നീ കൂട്ടിക്കയറ്റുന്ന സമയത്ത് കൂട്ടിക്കയറ്റി ഇപ്പം പാടത്ത് വിടുക, പറന്ന് വിട്ടേക്കുക. അതിനിടയ്ക്കുള്ള പട്ടിശല്യം കൂടി. ബുദ്ധിമുട്ടുണ്ട്, താറാവളത്തിലും ബുദ്ധിമുട്ട് തന്നെ. പല പ്രയാസമുണ്ട്. മഴ നനയേണ്ടി വരും, രാത്രി ഉറക്കം ഉളക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്.